ഹായ് ഗൈസ്, ഞാനും ചേട്ടന്മാരും കൂടിയിട്ട് ഒരു തോട്ടിൽ വെള്ളം മാറ്റി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചണ്ടിയൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളമല്ല, ചണ്ടിയുടെ അടിയിലാണ് മീനോട് കിടക്കുന്നത്. വെള്ളമില്ലാത്ത കാരണം തന്നെ നമ്മളിങ്ങനെ പറക്കിയെടുക്കുകയാണ് മീനോളെ. നമ്മൾ അതിൽ ഇങ്ങനെ മീൻ പിടിക്കും തോറും നീർക്കോലി, ചെറ്റുപാമ്പ് അങ്ങനെയുള്ള ഓരോന്നിനും ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. കാരണം അത് അധികം ആൾസഞ്ചാറുള്ള സ്ഥലമൊന്നുമല്ല, വലിയൊരു പാടത്തിൻ്റെ നടുക്ക് കുറച്ച് ഭാഗം ചണ്ടി പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള മീനുകളാണ്. നമ്മൾ ഇളക്കിയപ്പോൾ ചിലപ്പോൾ കയറി എടുക്കും. ഗൈസ്, നമ്മളത് ചണ്ടി വലിച്ച് കുറച്ച് ദൂരം, അവിടെ നിന്ന് ഇത്രയും ദൂരം, പക്ഷെ നമുക്ക് ഒരുപാട് മീൻ ഇതിന്ന് കിട്ടി. ഈ തോട് ആൾക്കാർ കെട്ടിത്തേവ് പിടിക്കുന്ന കാരണം കൊണ്ട് ചില ഭാഗത്ത് ഉയർന്നിട്ടും ചില ഭാഗത്ത് ചെറുതായിട്ട് വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ വെള്ളം നിൽക്കുന്നതിലാണ് മീനുള്ളത്. ബാക്കിയുള്ള സ്ഥലം ഉയർന്ന സ്ഥലമാണ്, ബണ്ടൊക്കെ കിട്ടിയ പോലെ. അപ്പോൾ ചണ്ടി മൂടി എടുക്കുന്ന അല്ല, അത് ഫുള്ള് വെള്ളമുള്ളപ്പോൾ ചണ്ടി വന്ന് നിറഞ്ഞുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഏത് ഭാഗത്താണോ കുറച്ച് വെള്ളം നിൽക്കുന്നത് അതിങ്ങനെ തപ്പി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെള്ളമല്ല, ഇടയ്ക്ക് നോക്കണ്ട, ഇടയ്ക്കൊന്നും മീൻ കിടക്കില്ല. ഇവിടെ വെള്ളമില്ല തോന്നുന്നു, കാരണം അവിടേക്കൊന്നും ഇത് കാണുന്നില്ലേ. അങ്ങനെ നമ്മൾ വെള്ളം ഉള്ള ഭാഗത്ത്, അതായത് ചെറുതായിട്ട് വെള്ളം തന്നെ ഉള്ള ഭാഗത്ത് മീനോട് ഒരുപാടുണ്ട്. നമുക്ക് അവിടെ നിന്ന് മീനോട് കിട്ടുന്നുണ്ട്. അതല്ലേ, ഈ ബ്രാക്കണ്ണന്മാർ ചെറുതും വലുതൊക്കെ ആയിട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. 2-3 തോന്നുന്നു. അങ്ങനെ നമ്മൾ ഓരോ ചണ്ടി ഇങ്ങനെ വലിച്ച് ഏറെക്കുറെ കുറച്ച് ഭാഗം കൂടി വലിക്കാമല്ലോ. കുറച്ച് ഭാഗം 10 അടിക്ക് മേലെ വലിക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇത് ചവിട്ടുമ്പോൾ ഞാൻ അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വെള്ളമുണ്ട്, പക്ഷേ മീനിൻ്റെ ഇണക്കൊന്നും കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചണ്ടി വലിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. അവിടെ ഉണ്ടായിരുന്നത് നീർക്കോലി അല്ലെങ്കിൽ ചേറ്റുപാമ്പൊന്നും ആയിരുന്നില്ല, വലിയൊരു മൂർഖൻ പാമ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ നിന്ന് കടി കൊള്ളാണ്ട് രക്ഷപ്പെട്ടാണ് ഞങ്ങൾ ഭാഗ്യം. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ചവിട്ടി കണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കടിച്ചായിരുന്നു. കാരണം അത്ര അടുത്താണ്, തൊട്ടടുത്ത് നിന്നിട്ടാണ്. അത് ചണ്ടി ഉള്ളിലായി കണ്ട് നമുക്ക് കാണാണ്ടിരുന്നത്, തൊട്ടടുത്താണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അതിന് ശരിക്കും കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഓടി. പിന്നെ അവിടുത്തെ മീൻപിടുത്തം മതിയാക്കി. പിന്നെ നമ്മൾ മീൻ പിടിക്കാതൊന്നുമില്ല, ഉള്ളതേ കിട്ടിയിട്ട് വേഗം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാച്ചെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മീൻ പിടിക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് കാണുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.